വയനാട് ചൂരൽമലയിലെ ദുരന്തബാധിതർക്കുള്ള 178 വീടുകളുടെ താക്കോൽദാനം ഫെബ്രുവരി 25-ന് നടക്കും. ആകെയുള്ള 327 ഗുണഭോക്താക്കൾക്കും അടുത്ത മഴക്കാലത്തിന് മുമ്പായി ഭൂമിയും വീടും നൽകും. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഫെബ്രുവരി 26-ന് രാഹുൽ ഗാന്ധി നിർവഹിക്കും. ഇത് കേരളത്തിന്റെ റിയൽ സ്റ്റോറിയാണ്. അതിജീവനത്തിന്റെ പുതുചരിത്രം. പ്രളയകാലത്തും കോവിഡ് കാലത്തും കൈചേർത്ത് പിടിച്ച മലയാളികൾ വയനാടിനു വേണ്ടി ഒരിക്കൽ കൂടി അണിനിരന്നു. സർക്കാർ മുൻപന്തിയിൽ നിന്നപ്പോൾ ഒരു ടൗൺഷിപ്പായി അത് പരിണമിച്ചു. പണി പൂർത്തിയായ 178 വീടുകളുടെ താക്കോൽദാനം ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആകെയുള്ളത് 327 ഗുണഭോക്താക്കൾ. അടുത്ത മഴക്കാലത്തിന് മുമ്പായി അവർക്കെല്ലാം ഭൂമിയും വീടും നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. നാടിന് അർഹമായ സഹായങ്ങൾ നിഷേധിക്കപ്പെട്ട ഘട്ടങ്ങൾ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാരും തൊഴിലാളികളും സാധാരണക്കാരും യുവജനങ്ങളും സ്കൂൾ കുട്ടികളും ഈ മഹാദൗത്യത്തിൽ അണിചേർന്നു. ഫെബ്രുവരി 25-ന് വയനാടിന്റെ മണ്ണിൽ പ്രത്യാശയുടെ പുതുവെളിച്ചമാണ് തെളിയുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരന്തബാധിതർക്ക് KPCC നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഫെബ്രുവരി 26-ന് രാഹുൽ ഗാന്ധി നിർവഹിക്കും. 1100 സ്ക്വയർ ഫീറ്റുള്ള 100 വീടുകൾ നിർമ്മിക്കാനാണ് തീരുമാനം. കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നതാണ്. 50 വീടിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. മറ്റു വീടുകളുടെ നിർമ്മാണവും അതിവേഗത്തിൽ പൂർത്തീകരിക്കാനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. മീഡിയ 1 തിരുവനന്തപുരം.